പാനൂർ സ്ഫോടനം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ പോലീസ് വ്യാപകമായി റെയ്ഡ് നടത്തി. പാനൂരിനടുത്ത് ചെണ്ടയാട് കുന്നുമ്മൽ കണ്ടോത്തുംചാലിൽ വ്യാഴാഴ്ച രാത്രി 12:30ഓടെയാണ് റോഡിൽ വൻ സ്ഫോടനം നടന്നത്. സ്ഫോടനത്തെ തുടർന്ന് റോഡിൽ കുഴി രൂപപ്പെട്ടു. സ്ഫോടനം നടന്ന അല്പസമയത്തിനകം തന്നെ പാനൂർ പോലീസ് സ്ഥലത്തെത്തി. സ്ഫോടനത്തിനുപയോഗിച്ച ബോംബുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ടോത്തുംചാൽ പുളിയത്താംകുന്നിന് മുകളിലും ഉച്ചയ്ക്ക് 3 മണിയോടെ ഉഗ്രസ്ഫോടനം നടന്നിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ വർഷം ജൂൺ 23 ഉച്ചയ്ക്കും ഇതേ സ്ഥലത്ത് റോഡിൽ സ്ഫോടനം നടന്നിരുന്നു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് പോലീസ് റെയ്ഡ് നടത്തി. കൂത്തുപറമ്പ് ACP M കൃഷ്ണൻ, പാനൂർ CI സുധീർ കലൻ, SI TK ജയേഷ് കുമാർ, ഡോഗ് സ്ക്വാഡ് SI C അശോകൻ, CPO സജീഷ് ലിനേഷ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. കണ്ണൂരിൽ നിന്നും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്ന് CPM പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ളയും കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് KB വിജീഷും ആവശ്യപ്പെട്ടു. കണ്ടോത്തുംചാൽ പ്രദേശത്ത് തുടർച്ചയായ നിലയിലുള്ള സ്ഫോടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയും മെനഞ്ഞാന്ന് രാത്രിയുമായി അവിടെ സ്ഫോടനം നടക്കുകയുണ്ടായി. ഒരു പ്രദേശത്തെ ജനങ്ങളെ ആകെ ഭീതിയിലാക്കുന്ന ഒരു നടപടിയാണ് ഇത്. ഈ സംബന്ധിച്ചിടത്തോളം പോലീസ് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ കണ്ടെത്തി മാതൃകാപരമായി അവർക്ക് ശിക്ഷ ഉറപ്പുവരുത്തണം. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് 2 തുടർ സ്ഫോടനങ്ങൾ ഈ കണ്ടോത്തുംചാൽ പ്രദേശത്ത് നടന്നിട്ടുള്ളത്. പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കണ്ടോത്തുംചാൽ പ്രദേശം. കഴിഞ്ഞ 3-ാം തീയതി ഉച്ചയ്ക്ക് ഇതിൻ്റെ പുറകിലുള്ള സൂപ്പിക്കുന്നിൽ ഒരു സ്ഫോടനം നടന്നതായിട്ട് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പേ ഇതേ പ്രദേശത്ത് ഈ ഒരു സ്ഫോടനം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരമായ സ്ഫോടനങ്ങൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നതിൽ നാട്ടുകാർ ഭീതിയിലാണ്. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്.